ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ കുറേ ആയി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഓക്കെ, പിന്നെ കാരണമൊക്കെ അറിയാമല്ലോ, എനിക്ക് ഷോർട്സ് ഇടാനാണ് താല്പര്യം. അപ്പോൾ ഇന്ന് ഇവിടെ എൻ്റെ വീടിൻ്റെ ഭയങ്കര മൊഴിയാണ്, ഭയങ്കര മൊഴിയാണ്. അപ്പം ഞാനിവിടെ നല്ല തണുത്ത് വിറച്ച് ഇരിക്കുകയാണ്. ഇന്നലെ രാത്രി ഇന്ന് എക്സാമിൻ്റെ ഡേ ആണ്, നമ്മൾ ഫസ്റ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഡേ ആണ്. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അരിഷി വരുന്നത്. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, തെളുത്ത് വിറച്ച് നിൽക്കുന്നു. അപ്പം ഈ കുട്ടി അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ഇതിൻ്റെ പേരാണ് ലിയോ. എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ബാക്കിലൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, അത് ലിയോ അങ്ങനെയാണ്, അവിടെ അങ്ങനെ തന്നെ. അപ്പം ഞാനിവിടെ മഴയായതുകൊണ്ട് തന്നെ ഇതെന്താ ഞാൻ വിചാരിച്ചു മഴയില്ലാത്തതുകൊണ്ട് വിചാരിക്കില്ല നമ്മൾ. അപ്പം അതേപോലെ മഴയില്ല വിചാരിച്ചില്ല, മഴയില്ലാതെ വിചാരിച്ചാണ്. രാവിലെ ഷോർട്സൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. പെരും മഴയാണ് ഗായ്സ്, പെരും മഴ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ കോഴിക്കോട് ഇന്ന് ലീവാണ്. വയനാട്, കോഴിക്കോട്, തൃശ്ശൂർ 10 ജില്ലയ്ക്ക് ലീവുണ്ട്. വയനാട്, കോഴിക്കോട്, തൃശ്ശൂർ, പത്തനംതിട്ട, പത്തനംതിട്ട തോന്നട്ടോ, പാലക്കാട്, കാസർഗോഡ്, പിന്നെ ഇവിടെ എനിക്കറിയില്ല, ഞാൻ ഇപ്പോൾ ന്യൂസ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പഠിച്ചതാണ്. ഇത് എന്താ വായിക്കാമെന്ന് ജസ്റ്റ് പറയാം. എനിക്ക് ചൈന വായിക്കാം. എൻ്റെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ ഫുൾ വെള്ളമാണ്, കണ്ടോ, ഇറങ്ങാൻ പറ്റാത്ത പോലെയാണ്. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, വെള്ളമൊക്കെ നിറഞ്ഞ കിടക്കാണ്. അപ്പോൾ നമ്മളങ്ങോട്ട് പോകും, എല്ലാം ഒന്ന് കാണണ്ടേ, അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അല്ല ഇവിടെ നോക്കിയാൽ കാണുമെന്ന് നോക്കട്ടെ. മഴ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇല്ല, ക്ലിയർ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വ്ളോഗൊന്നും ഞാനിപ്പോൾ അധികം എടുക്കാത്തതുകൊണ്ട് തന്നെ ഇന്നൊരു മഴക്കാലത്ത് വ്ളോഗ് എടുക്കാതെ വിചാരിച്ച്. ഇനിയിപ്പോൾ അധികം വ്ളോഗ്സൊന്നും വരില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ അത് കാണുന്നുണ്ട്. അതിയൊക്കെ നെഞ്ചുവേദന മറ്റൊന്നും ചിന്തിക്കുന്നത് നിങ്ങൾ. എൻ്റെ അന്മയാന്ന് പറഞ്ഞ കുട്ടി അവളെ അങ്ങനെ ചിന്തിച്ച് എന്നിട്ട് ദിയ എന്തോ പറഞ്ഞ അവളോട്, നീ എന്താടി അങ്ങനെയെന്നൊക്കെ. നെഞ്ചുവേദന അല്ല, ശ്വാസം മുട്ടല, പനിയുണ്ട് ചെറുതായിട്ട്. ലിയോ അവിടുന്ന് കുറച്ച് ഭയങ്കര ഡിസ്റ്റർബൻസ് ആക്കുന്നുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഭയങ്കര ഡിസ്റ്റർബൻസ് മൂത്രപ്പിക്കാനൊക്കെ കൊണ്ടുപോകണം. ഭയങ്കര നമ്മളിവിടെ പുറത്തൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം അവിടെ നോക്കി ചില സമയത്ത് ആൾ കൂട്ടിൽ മൂത്രം ഒഴിച്ചോളും, സ്വാഭാവികമാണ്. പിന്നെ ഏതായിക്കളും ഉണ്ടാവുമല്ലോ. ഏകാന്തതയുടെ ശ്യാമഗന്ധർവതീരങ്ങളിലൂടെ അവൻ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഏകാന്തതയുടെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഒരാളെ നോക്ക് മക്കളെ നോക്ക് ഇങ്ങനെ ഞാൻ റിയാക്ട് ചെയ്ത് കാണിച്ചിട്ടാണ്. നോക്ക് മക്കളെ നോക്ക്, ഇത് കോഴിക്കോട് നല്ല മഴയാണോ? മഴയുള്ള ജസ്റ്റ് കമൻറ്റ് ബില്ലു. നോക്ക് മക്കളെ നോക്ക്. ഞാൻ കാണാറുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം എൻ്റെ കസിൻ സിസ്റ്റേഴ്സിനൊക്കെ ഞാൻ ഷെയർ ചെയ്തെടുക്കും, അവരിങ്ങോട്ട് ഷെയർ ചെയ്യും. കസിൻ സിസ്റ്റേഴ്സിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ പിൻ ചെയ്യാം. അപ്പോൾ അവർ സമ്മതിക്കില്ല, അവർ മുഖം കാണിക്കും.
അപ്പം അവിടെ ജസ്റ്റ് പിന്നെ അത് കൊടുക്കാം അതിലെ കസിൻ സിസ്റ്റേഴ്സിൻ്റെ ഫോട്ടോസ്. ഇതാണ് കസിൻ സിസ്റ്റേഴ്സിൻ്റെ ഫോട്ടോ. അവൾ ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര പീസ്ഫുൾ മൈൻഡാണ്. പിന്നെ നമ്മൾ ഇത് പൊന്നു, ഇത് മിന്നുവാണ്. നമ്മൾ മീനു ചേച്ചിൻ്റെ കാര്യം പറയാണ്ടൊക്കുന്നതല്ല. വെച്ചാൽ മീനു ചേച്ചിക്ക് ഇതൊക്കെ അറിയുക നിങ്ങളോട്ടോ. അതൊന്നും ഇല്ല കേട്ടോ, ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞു. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇബുവിൻ്റെ കൊട. ദിസ് ഈസ് ഇബൂസ് കൊട. മഴമേഘത്തോപ്പിൽ ഒരു മഴ തുള്ളാൻ പോകുന്നടങ്ങി ഉറങ്ങളൂതേ ആരാധ്യ, മഴയല്ലേ? ആരാധ്യ അവിടുന്ന് കാലൊക്കെ നോക്കി വെക്കുന്നുണ്ട്. ആരാധ്യൻ്റെ വീട് അടിപൊളി, വെള്ളപ്പത്തിൽ മുങ്ങിയിട്ടുണ്ട്. മരൊക്കെ അത്യാവശ്യത്തിന് അവിടെ എത്തിയിട്ടുണ്ട്. ലിയോ, ലിയോ ആരാന്നാണ്? ലിയോ വലിയൊരു സെലിബ്രിറ്റി അല്ലേ? ലിയോ വലിയൊരു സെലിബ്രിറ്റിയാണ് ഗൈസ്, വലിയ സെലിബ്രിറ്റി. ഹസ്കി സെലിബ്രിറ്റി, 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 അപ്പം നമ്മൾ എന്തായാലും മഴയത്ത് ഇറങ്ങും. ജസ്റ്റ് എൻ്റെ വീടിൻ്റെ ഇവിടെ കൂടി ഒന്ന് ഇത് ആ ഒരു മൈൻഡാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ വീട് വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. എന്ന് വെച്ചാൽ ഒന്നാമത് മഴ, എന്നെ കൂടെ അമ്മ തേങ്ങ വലിച്ച്, അപ്പോൾ തേങ്ങ വലിക്കാൻ ഇന്നലിങ്ങനെ വലിച്ച്, അപ്പോൾ അതിങ്ങനെ മഴയത്ത് ഇറങ്ങിയിട്ട് നമുക്ക് ആർക്കും ഇതാക്കാൻ പറ്റില്ല. പിന്നെ ഇതും അങ്ങനെ തന്നെ ഉണ്ട്, അതൊക്കെ തേങ്ങയാണ്. അതാണ് കേട്ടോ. ഇതിൻ്റെ ഇങ്ങോട്ട് വഴിയുണ്ട്, ഇതിൻ്റെ അങ്ങോട്ടും വഴിയുണ്ട്. എൻ്റെ പണ്ടത്തെ വീഡിയോസിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ നല്ല വൃത്തി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു റീസൺ കൊണ്ടാണ് അവിടെ വൃത്തിയില്ലാത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഞാൻ മഴയത്ത് പോകും, അപ്പോൾ നിങ്ങൾക്ക് കാണാം സ്ഥിതികളൊക്കെ. ഓക്കെ, ഇതൊക്കെയാണ് അവസ്ഥ ഓരോ വീടുകളിലൊക്കെ. പിന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ ഇത് ഒരു വീഡിയോന് എൻ്റെ വീട്ടിലേക്ക് വരുന്ന സ്ഥലത്തുള്ള ഒരു വഴിയാണ്. അപ്പോൾ അവിടേക്ക് ഫുൾ വെള്ളം നിറഞ്ഞ് ഞാനൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വെള്ളത്തിൽ കളിക്കാൻ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ബാക്കൊക്കെ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. എനിക്ക് വെള്ളം എന്താണെന്ന് കഴിഞ്ഞാൽ ചാടി വീഴുന്നത് ആളാണ്. വെള്ളത്തിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. വെള്ളം ഞാൻ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മക്കളോ അങ്ങനെയുള്ളൊരു ടച്ചാണ് ഞാൻ. എനിക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. അധികം വെള്ളത്തിൽ കളിക്കാനും പാടില്ല കേട്ടോ. അധികം വെള്ളത്തിൽ കളിച്ചതെന്ന് വെച്ചാൽ നമുക്ക് തന്നെ പരിക്ക് പറ്റും. വെള്ളം അധികം നല്ലതുമല്ല എന്ന് വെച്ചിട്ട് തീരെ വെള്ളത്തിൽ കളിക്കരുതെന്നില്ല. വെള്ളത്തിൽ കളിച്ചാലേ നമുക്ക് വളരാൻ പറ്റുള്ളൂ. എൻ്റെ അമ്മ പറയും ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മളിങ്ങനെ കളിക്കുന്നൊക്കെ. അപ്പം എനിക്ക് ഭയങ്കര നമുക്ക് ഉണ്ടാവില്ലേ നമുക്കിങ്ങനെ കളിക്കണം എന്ന്. അപ്പം അങ്ങനെ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എൻ്റെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതിനെക്കൊണ്ടാണ് ഞാൻ ഒന്നാമതേ കളിക്കാമെന്ന് വിചാരിച്ചത്. ഇല്ലെങ്കിൽ പോകില്ലായിരുന്നു. എന്നാലും നമുക്ക് രസമില്ല ഇങ്ങനെ കളിച്ച് മതിയാൻ. ഇനിയും ഞാൻ പോകുന്നുണ്ട്, പക്ഷേ ആ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. ബിക്കോസ് എന്നെ കൂടെ വയ്യ എടുക്കാൻ. വീഡിയോ എടുക്കാൻ ഭയങ്കര ബഡിയുള്ളൊരാളാണ് ഗൈസ്.